നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പീറ്റർ എന്റെ വളരെ നല്ല സുഹൃത്താ. അവന് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്. കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് കാശ് അവന് അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു. അതൊപ്പിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ മാല പണയം വെക്കാൻ കൊടുത്തത്. കാശ് കിട്ടിയ ഉടനെ അവൻ തിരിച്ചെടുത്ത് തരും. ഈ മാല മോഷണം പോയിന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞതാരാ? വീട്ടില് മാല അന്വേഷിച്ച് അച്ഛനും അമ്മയും എന്നെ തല്ലുമെന്ന് പേടിച്ച് പീറ്ററാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അവൻ നല്ല പഠിച്ച കള്ളനാണെങ്കിലോ? കുട്ടിയുടെ മാലയും കൊണ്ട് അവൻ മുങ്ങിക്കാണും. ഇല്ല മാഡം, അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. മാഡം ദയവ് ഇതൊരു കേസാക്കരുത്. ഈ പീറ്റർ മോളുടെ വെറും ഫ്രണ്ടാണോ അതോ? ഞങ്ങൾക്ക് കല്യാണം കഴിച്ചോ കൊള്ളാന്നുണ്ട്. അവൻ ഈ കട തുടങ്ങിയതും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതൊക്കെ എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഒരു വിലയുണ്ടാക്കാനാ. മോളുടെ മാല തട്ടിയെടുക്കുന്നവന് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ എന്ത് വിലയാ കുട്ടി ഉണ്ടാവുക? പ്ലീസ് മാഡം, ഇതിനെപ്പറ്റി അച്ഛനോടും അമ്മയോടും ഒന്നും പറയരുത്. അവരുടെ മുന്നില് പീറ്റർ ഇക്കാര്യത്തിൽ കുറ്റക്കാരനായ പിന്നെ ഞങ്ങൾ ഒരുമിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല. ഞങ്ങളുടെ അടുത്ത് വന്ന പരാതി മാല കാണാനില്ല എന്നാ. മാല തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളുടെ വിഷയം കഴിഞ്ഞു. മോള് പീറ്ററിനെ വിളിച്ചിട്ട് ആ മാല എത്രയും വേഗം ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ പറ. ആ മാല നിന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാ അയക്കൂ. എന്താ വിളിക്കാത്തെ? ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാ മാഡം അവനെ അറസ്റ്റ് ചെയ്യോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പീറ്ററിനെ വിളിക്കാം.